ഭവാനിയമ്മ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കുട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, എന്നെ അറിയാത്ത ഒരാൾ എന്നെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് അയാളോടാണോ അതോ എന്നെ കുറിച്ച് ഫാബ്രിക്കേറ്റഡ് പ്രൂഫ്സ് എല്ലാം അനന്തുവിന് അയച്ചു കൊടുത്ത വ്യക്തിയോടാണ്? യെസ്, മീറ്റ് മിസ്റ്റർ അശ്വിൻ വർഗീസ് ജോൺ. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് പലരെയും മുന്നിൽ നിർത്തി എനിക്കെതിരെ ബിഹൈൻഡ് ദ സീൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള്. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. Call me a scammer, but why is no one filing a case against me? എവിടെ വിക്ടിംസ് എവിടെ? ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എടാ ആൻവിൻ ജോസെ, നീ എന്താ പറഞ്ഞ നിനക്കെതിരെ കേസൊന്നും വന്നിട്ടില്ലെന്നല്ലോ. പിന്നെ ഞങ്ങളാഴ്ച 2 കോർട്ട് ജഡ്ജ്മെന്റ്. എടാ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയേനെ. എടാ നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അശ്വിനെ പോലെ തന്നെ ബിഹൈൻഡ് ദ സീനിൽ എന്നെ തകർക്കാൻ നോക്കുന്ന ഒരുപാട് പേര് യുകെയിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, ഞാൻ ഇനിയും ബിസിനസ് ചെയ്ത് തന്നെ ജീവിക്കും. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ ബിസിനസിന്റെ എന്തെങ്കിലും ABC നിനക്കറിയാം. നിന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ഈ ബിസിനസ് റൺ ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ബിസിനസിന്റെ മാർജിൻ എന്താ, നമ്മളെ സെയിൽസ് സ്ട്രാറ്റജി എന്താ, 2 കൊല്ലത്തിൽ നമ്മുടെ പ്രൊജക്ഷൻ എന്താ, എത്ര കാര്യങ്ങൾ നിന്നോട് ചോദിച്ചു. ഇതിലൊന്നും ഒരു ധാരണ. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നായിരുന്നു അണ്ണൻ തരാനുള്ള കാശ് ചോദിക്കാനായിട്ട്. അപ്പൊ അണ്ണൻ കക്കൂസി കയറുന്നിട്ടേ പിള്ളേരൊക്കെ ഇറക്കി വിട്ടിട്ട് വേറെ ഡയലോഗ് അടിച്ചു. ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്. അന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ ഞാൻ തട്ടിച്ചതേ അബദ്ധത്തിലല്ല, മനഃപൂർവ്വമാണ്. ഞങ്ങളുടെ കാശ് തന്നെ വേണ്ട മോനെ. വക്കീലിന് കൊടുക്കണത് ഞങ്ങളുടെ മേടിച്ച കാശിനല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ജൂലൈ 2025 നീ ഞങ്ങളുടെ 2 പേരെ വണ്ടി കൊണ്ടുവന്നത്. വേറെ ഫ്രാഞ്ചൈസിക്കാർ റെഡിയാണ് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നീ ഞങ്ങളുടെ വണ്ടി കൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്താണ് വണ്ടി കൊണ്ടു തന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ആകുന്നു, ഇതുവരെ നീ ഞങ്ങളുടെ ഫുൾ എമൗണ്ട് തന്നിട്ടില്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.